ഡൽഹിയുടെ അതിർത്തിയിലുള്ള അൽഫല ക്യാമ്പസ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തൊരു വിഷയം. ഈ അൽഫല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച MBBSകാരായ ആളുകൾ പലരും ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങളാണ്. അവരെ പഠിപ്പിച്ചവരും ഇത് തന്നെയാണ്. ഇപ്പോൾ അതിനു മുമ്പ് കോഴ്സ് തുടങ്ങി എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങിയവരും ഇതേ മാർഗത്തിലൂടെ സഞ്ചരിച്ചതിൻ്റെ വാർത്തകളും പുറത്തു വരുന്നില്ലേ? ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൽഫല എഞ്ചിനീയറിംഗ് കോളേജായിട്ടാണല്ലോ തുടങ്ങിയത്. അതെ. മറ്റേ മെഡിസിൻ വിദ്യാഭ്യാസം തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ഒരു ഡിസ്പെൻസറി, ചെറിയ ഡിസ്പെൻസറി മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഭീകരവാദത്തിന് വിദേശത്ത് നിന്ന് ഭീകര സംഘടനകൾ പൈസ കൊടുത്ത് ഉണ്ടാക്കിയ ഒരു യൂണിവേഴ്സിറ്റി ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഇത് ഇവിടെ നിന്ന് 2007 എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങിയ മിർസ ഷദാബ് ബേഗ് ഇപ്പോൾ പാകിസ്ഥാനിലാണ്. ഈ അവിടെ പഠിച്ച മിർസ ഷദാബ് ബേഗ് അയാളാണ് 2007-2008 കാലത്ത്, പ്രധാനമായിട്ടും 2008 ഡൽഹിയിലും അഹമ്മദാബാദിലും സ്ഫോടന പരമ്പരകൾ നടത്തിയത് എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അയാളിപ്പോൾ പാകിസ്ഥാനിലാണ്. അപ്പോൾ അൽഫല യൂണിവേഴ്സിറ്റി ഇപ്പോൾ കിട്ടിയ വിവരത്തോളം 2007 മുതൽ തന്നെ ഭീകരതയ്ക്ക് അല്ലേ അതെ വളം വെക്കുന്ന അല്ലേ ഭീകരത വളർത്തുന്ന ഒരു സർവകലാശാലയാണ് 2007 മുതൽ. 18 കൊല്ലം മുമ്പ് തന്നെ ഇത് ഇങ്ങനെ തന്നെയായിരുന്നു. ഇത്രയും കൊല്ലമായിട്ട് ഇന്ത്യയിൽ ഭീകരതയ്ക്ക് വേണ്ടിയിട്ടൊരു യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നു, എന്നിട്ട് നടപടി എടുത്തിരുന്നില്ല എന്നുള്ളത് സങ്കടകരമാണ്. അപ്പോൾ മിർസ ഷദാബ് ബേഗ്, അയാളുടെ ജീവിതം, അയാൾ നടത്തിയ സ്ഫോടന പരമ്പരകൾ അത് പറയാം. ഇപ്പോൾ ഡൽഹിയിലും അഹമ്മദാബാദിലും സ്ഫോടന പരമ്പര ഒന്നൊന്നുമല്ല, ഒരു 15 മിനിറ്റ്, ഒരു 30 മിനിറ്റ്, ഇതിൻ്റെ ഇടയ്ക്ക് 7-8 സ്ഫോടനങ്ങൾ പലയിടത്തായിട്ട് നടക്കുകയാണ്. സൈക്കിളിലോ ബൈക്കിലോ ഒക്കെ ആയിരിക്കും. ഇപ്പം ഇയാൾ പാകിസ്ഥാനിൽ, ഇയാൾ ഉത്തർപ്രദേശിലെ അസംഗഡ് സ്വദേശിയാണ് ഇയാൾ. അവിടെ ബഹീദി കാൽഗഞ്ച് ഗ്രാമം, അവിടെയാണ് അയാളുടെ വീട്. അവിടെ രാജ ഖാഖില മൊഹല്ല ആണ് ഇയാളുടെ വീടിരിക്കുന്ന സ്ഥലം. ഇയാള് അൽഫലയില് BTech ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ വിദ്യാർത്ഥിയായിരുന്നു 2007 വരെ. അപ്പോൾ മിർസ ഷദാബ് ബേഗ് വലിയ സ്ഫോടന പരമ്പരകൾ ഇന്ത്യയിൽ ഡൽഹിയിലും അഹമ്മദാബാദിലും ആസൂത്രണം ചെയ്തയാൾ 2007 വരെ അൽഫലയിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു. 2019 ഇയാൾ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി. ഇയാളുടെ തലയ്ക്ക് 1 ലക്ഷം രൂപ, ഇയാളെ പറ്റി വിവരം കൊടുക്കുന്നവർക്ക് 1 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ മുജാഹിദ്ദീൻ പണ്ടൊക്കെ ഇവിടെ സ്ഫോടനങ്ങളൊക്കെ ആസൂത്രണം ചെയ്തിരുന്ന സംഘടനയാണത്. എന്ന് പറഞ്ഞാൽ സിമി ഉണ്ടായിരുന്നില്ലേ, സിമി നിരോധിച്ചല്ലോ. സിമിയുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യൻ മുജാഹിദ്ദീൻ, സിമിയുടെ നേതൃത്വത്തിൽ സ്ഫോടന പരമ്പരകൾ നടത്തുന്നത്. അപ്പോൾ ഇന്ത്യൻ മുജാഹിദ്ദീൻ്റെ അസംഗഡ് മൊഡ്യൂളിൻ്റെ തലവനായിരുന്നു ഇയാൾ മിർസ ഷദാബ് ബേഗ്. അയാൾ സിമിയിൽ ഉണ്ടായിരുന്നു. ഇത് ഉണ്ടാക്കിയ ഈ ഇന്ത്യൻ മുജാഹിദ്ദീൻ ഉണ്ടാക്കിയ റിയാസ് ഭട്കൽ, ഇക്ബാൽ ഭട്കൽ, അവരും ഇപ്പോൾ പാകിസ്ഥാനിലാണ് ഉള്ളത്. അപ്പോൾ ഈ ബെയ്ഗ് കുറച്ച് നാൾ സൗദിയിൽ പോയിരുന്നതായിട്ട് വിവരമുണ്ട്. അപ്പോൾ ഇയാൾ 2 ഭീകര ഗ്രൂപ്പുകളെ ലയിപ്പിച്ച പ്രവർത്തനവും ഇയാൾക്കുണ്ട്. അസംഗഡ് ഡൽഹി മൊഡ്യൂളുകളെ ഇയാൾ ലയിപ്പിച്ച് ഒന്നാക്കി. യുവാക്കളെ റിക്രൂട്ട് ചെയ്തു ജിഹാദ് പ്രവർത്തനങ്ങൾക്ക്. ഡൽഹിയിൽ സക്കീർ നഗറിൽ ഇയാൾ വാടക വീട്ടിൽ താമസിച്ചിരുന്നു. ഇന്ത്യ ഗേറ്റിൽ സ്ഫോടനം ഇയാൾ ആസൂത്രണം ചെയ്തിരുന്നു. സക്കീർ നഗറിലെ വാടക വീട്ടിൽ ഇയാളുടെ ID കാർഡ് തെരച്ചിലിൽ കിട്ടുകയും ചെയ്തിരുന്നു. ആ കാലത്ത് 2008 ഇയാൾ ഉടുപ്പിയിൽ ഉണ്ടായിരുന്നു. ഈ അൽഫലയിൽ പഠിച്ചു പോയി ഇറങ്ങി 2008 ജിഹാദികളെ ഉടുപ്പിയിൽ പോയി കൂട്ടിയെടുത്തു സ്ഫോടനത്തിനൊക്കെ വേണ്ടിയിട്ട്. സ്ഫോടകം വാങ്ങിക്കാനായിട്ടാണ് ഇയാൾ ഉടുപ്പിയിൽ പോയതെന്നാണ് NIAക്കൊക്കെയുള്ള വിവരം. ഡിറ്റനേറ്റേഴ്സ് ഇയാൾ റിയാസ്, യാസിൻ എന്ന് പറഞ്ഞ് 2 പേർക്ക് ഉടുപ്പിയിൽ സ്ഫോടനം നടത്താൻ ഡിറ്റനേറ്റേഴ്സ് ഇയാൾ കൊടുത്തതായിട്ട് വിവരമുണ്ട്.
പൂനെയിൽ ജർമ്മൻ ബേക്കറി സ്ഫോടനത്തിലും ഇയാൾക്ക് പങ്കുള്ളതായിട്ട് വിവരമുണ്ട്. പൂനെ ജർമ്മൻ ബേക്കറി. ഇനി ഇയാളുമായിട്ട് ബന്ധപ്പെട്ട സ്ഫോടനങ്ങൾ. ഒന്ന്, 2007 ഗോരഖ്പൂർ സ്ഫോടന പരമ്പര. അത് മെയ്യിലായിരുന്നു. 2007 മെയ് ഗോൾക്കർ ചന്തയിൽ ആണ് സ്ഫോടനങ്ങൾ നടന്നത്. ഗോരഖ്നാഥ് മന്ദിറിൽ നിന്ന്, നമ്മുടെ യോഗിയുടെയൊക്കെ സ്ഥലമാണ് ഗോരഖ്പൂര്, ഗോരഖ്നാഥ് മന്ദിറിൽ നിന്ന് 4 കിലോമീറ്റർ ദൂരത്തായിരുന്നു സ്ഫോടനം. ലഞ്ച് ബോക്സുകളിലായിരുന്നു സ്ഫോടനങ്ങൾ വെച്ചിരുന്നത്. പിന്നെ 2008 ജയ്പൂർ സ്ഫോടന പരമ്പര, ഇത് ഇയാൾക്ക് പങ്കുള്ളത്. അത് 2008 മെയ്യിൽ 9 സ്ഫോടനങ്ങൾ ജയ്പൂരിൽ നടന്നു. സൈക്കിളുകളിലായിരുന്നു സ്ഫോടനങ്ങൾ വെച്ചിരുന്നത്. 71 പേര് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ചില്ലറ ജിഹാദിയൊന്നും അല്ലത്. 71 പേര് കൊല്ലപ്പെട്ടു. ഇന്ത്യൻ മുജാഹിദ്ദീൻ, ഹൂജി ബംഗ്ലാദേശ്, ഇവർ രണ്ടുപേരും ഉത്തരവാദിത്തം ഏറ്റിരുന്നു. ആസൂത്രകൻ ആതിഫ് അമീൻ 2008 ബാട്ട്ല ഹൗസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ഈ ജയ്പൂർ സ്ഫോടനത്തിന്റെ ഇയാൾക്കും പങ്കുള്ളതാണ് ബേഗിന്. 2008 അഹമ്മദാബാദ് സ്ഫോടന പരമ്പര, അത് 21 പേര് കൊല്ലപ്പെട്ടു. 14 സ്ഥലങ്ങളിലായിരുന്നു സ്ഫോടനം നടന്നത്. 2008 ഈ പോസ്റ്റ് ഗോത്ര സംഭവം നടന്നല്ലോ. ഗോത്ര സംഭവത്തിന് ശേഷം ഗുജറാത്തില് കലാപങ്ങൾ നടന്നല്ലോ. അതിന് പ്രതികാരമായിട്ടാണ് അഹമ്മദാബാദിൽ സ്ഫോടന പരമ്പര നടന്നത്. 56 പേര് കൊല്ലപ്പെട്ടു. 2008 ഡൽഹി സ്ഫോടന പരമ്പര, സെപ്റ്റംബർ 5 ആയിരുന്നു അത്. 2008 25 പേര് കൊല്ലപ്പെട്ടു ഡൽഹിയിൽ. ഇയാളാണ് ബേഗാണ് ആസൂത്രകൻ, അൽഫല. അതിലെ പ്രതികൾ ബാട്ട്ല ഹൗസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ബാട്ട്ല ഹൗസ് ഏറ്റുമുട്ടൽ എന്നുള്ളത് മനസ്സിൽ നിൽക്കുന്നുണ്ടല്ലോ. ഈ ബാട്ട്ല ഹൗസ് ഏറ്റുമുട്ടൽ ഈ സർക്കാർ എപ്പോഴും ഈ സോണിയാഗാന്ധിയും കപടമതേതരവാദികളും ഒക്കെ പറയുന്നത് അത് അനാവശ്യമായിരുന്നു എന്നാണല്ലോ പറയുന്നത്. മനഃപൂർവ്വം പാവപ്പെട്ട മനുഷ്യരെ കൊലപ്പെടുത്തി എന്നല്ലേ പറയുന്നത്. നമ്മളിപ്പോ പറയുമ്പോൾ മനസ്സിലാവും, ഇന്ത്യയിൽ പലയിടത്തും സ്ഫോടന പരമ്പരകൾ നടത്തിയ ആളുകളാണ് ബാട്ട്ല ഹൗസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. അല്ലാതെ വെറുതെ പാവപ്പെട്ട മുസ്ലിങ്ങളെ വെടിവെച്ച് കൊന്നതല്ലത്. അപ്പോൾ സോണിയാഗാന്ധി വിലപിച്ചിരുന്നു ബാട്ട്ല ഹൗസ് ഏറ്റുമുട്ടലില് ഈ ഭീകരരെ കൊന്നതിൽ. കാരണം മുസ്ലിങ്ങളാണല്ലോ, മുസ്ലിങ്ങളെ കൊല്ലാൻ പാടില്ലല്ലോ ഭീകരരാണെങ്കിലും. അപ്പൊ ഇത് ഈ L18 ബാട്ട്ല ഹൗസ്, അതാണ് ജാമിയ നഗറിൽ. ഇപ്പൊ ജാമിയ നഗർ എന്ന് പറയുമ്പോഴും എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, ജാമിയ നഗറിലാണ് ഈ അൽഫല യൂണിവേഴ്സിറ്റിയുടെ ഉടമസ്ഥല്ലേ, ആളുടെ വീട് ജാമിയ നഗറില്ല. ഉമർ ഖാലിദില്ലേ, ജാമ്യം കിട്ടാതെ നടക്കുന്ന JNU ഗവേഷകൻ എന്ന് പറയുന്ന, അവന്റെ വീട് ജാമിയ നഗറില. അപ്പൊ ജാമിയ നഗറിൽ ആണ് ബാട്ട്ല ഹൗസ് ഉണ്ടായിരുന്നത്. ഈ സ്ഫോടന പരമ്പരകൾക്ക് ഉത്തരവാദിയായ ആതിഫ് അമീൻ, മുഹമ്മദ് സാജിത്ത്, ഇവരാണ് ബാട്ട്ല ഹൗസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. ഡൽഹിയിൽ അഹമ്മദാബാദ്, ജയ്പൂരൊക്കെ സ്ഫോടന പരമ്പരകളുടെ ഉത്തരവാദികൾ 2 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. ഇൻസ്പെക്ടർ ശർമ്മയും ആ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ഒരു ഇൻസ്പെക്ടറും കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മള് പഴയ സംഭവങ്ങളൊക്കെ എടുത്തു നോക്കുക. ഈ ബാട്ട്ല ഹൗസ് ഏറ്റുമുട്ടലില് ഈ 2 പേരെ കൊന്നത് വലിയ മനുഷ്യത്വഹീനമായ പ്രവൃത്തിയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചിട്ടുണ്ട്. മാർക്സിസ്റ്റുകളും കപട മതേതരവാദികളും ഒക്കെ. ഇപ്പോൾ വീണ്ടും തെളിവുകൾ വരികയാണ്. ഇതിനൊക്കെ ഉത്തരവാദിത്തമുള്ള ഒരുത്തൻ, അവൻ മിർസ ഷദാബ് ബേഗ്, അവൻ ഈ അൽഫല ഭീകര യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. ഭീകരതയുടെ യൂണിവേഴ്സിറ്റി എന്നുള്ളത് ഒന്നും കൂടി ഉറപ്പിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.